ആരാ മക്കളെ മഴ ചൊരിയുന്നത്? അല്ലാഹുവാണ്. ആരാ മക്കളെ പച്ചക്കറി തന്നത്? അല്ലാഹുവാണ്. ആരാ മക്കളെ ഭക്ഷണം തന്നത്? അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം 40-ാമത്തെ വചന. ആരാ അല്ലാഹു? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഈ കണ്ട പ്രപഞ്ചവും ഇക്കണ്ട സകലതും അല്ലാഹ് സൃഷ്ടിച്ചതാണ്. വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ എന്ന് 31-ാം അധ്യായം 10-11 വചനങ്ങളിൽ അല്ലാഹു പറയുകയാണ്. ഇനി ആരെയാണ് ആരാധിക്കേണ്ടത്? ആരോടാണ് ആരാധന? അല്ലാഹു പറയുന്നു വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്ത് ദാരിയാത്ത് 56-57 വചനങ്ങൾ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത് മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കാനാണ്. ആരാ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വര വിശ്വാസിയെയും നിരീശ്വരവാദിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും എല്ലാം സൃഷ്ടിച്ച അണ്ടകടാഹത്തിന്റെ ജഗതീശ്വരനാരോ അവനാണ് ലോകത്തിന്റെ തമ്പുരാൻ. ഷമ്മാ ഇസ്രായീല അഡോണ എലോഹിൻ അഡോണ യഹ് ഓം അസദോമ ഓം സദേ സമസ്തേ. സർവലോകാശ്രയായ വിശുദ്ധ ഖുർആനും വേദഗ്രന്ഥങ്ങളും ബൈബിളും എല്ലാം പറയുന്നത് ഏകനായ ഒരു ദൈവം എന്നാണ്. അപ്പൊ ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ 715 കോടി മനുഷ്യർക്കും ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് അല്ലാഹു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ആപ്പിൾ കടിക്കുമ്പോഴും പപ്പായ തിന്നുമ്പോഴും ഓർത്തിട്ടുണ്ടോ? അതിന്റെ നിറവും ആകൃതിയും ടേസ്റ്റും അതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഒരാൾക്കും പങ്കില്ല. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കുന്ന നമ്മളോട് ഹാദാ ഖൽഖുല്ലാഹ്. അല്ലാഹ് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്, പടച്ചോനില്ല എന്ന് പറയാൻ എളുപ്പമാണ്, ഒക്കെ ശരിയാണ്. ചോദിക്കട്ടെ, ഒരു മുട്ടുസൂചി ഉയർത്തി വേണ്ട, എന്റെ കൈവിരലിട്ട് ഈ മോതിരം ഇത് താനെ ഉണ്ടായതാണ്, എന്റെ കൈവിരലിലേക്ക് താനെ വന്നു ചേർന്നതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ പറയൂ, സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ മഹാപ്രപഞ്ചത്തെ, നമ്മുടെ പാൻക്രിയാസിനെ, നമ്മുടെ സെറിബെല്ലത്തെ, നമ്മുടെ അസ്ഥികപാലം എന്ന മഹാ തലച്ചോറിനെ അത് സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരാണ് എന്ന കാര്യം, ഓരോ അവയവത്തിനനുസരിച്ചും അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയത് ആരാണ്? HMS ബീഗിൾ എന്ന കപ്പലിൽ ചാൾസ് ഡാർവിൻ യാത്ര ചെയ്ത് 20 കൊല്ലത്തിന്റെ പഠനത്തിന് ശേഷം ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഒരേ വർഗത്തിൽപ്പെട്ടവർ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥക്കനുസരിച്ച് ആരോ സംവിധാനിച്ചതുപോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സർ ഐസക് ന്യൂട്ടന്റെ പ്രഖ്യാപനവും ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രഖ്യാപനവും ഗ്രിഗർ മെൻഡലിന്റെ പ്രഖ്യാപനവും അരിസ്റ്റോട്ടലിന്റെ പ്രഖ്യാപനവും എല്ലാം ഈ വിഷയത്തിലേക്കുള്ള സൂചനയാണ്. ലോകത്തെ മുഴുവനും ചിന്തിക്കുന്നവർക്ക്, ലോകത്തെ സ്ഥൂലമായും സൂക്ഷ്മമായും ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നവർക്ക് ഇതിന്റെ പിന്നിലെ ഒരു സിട്ടാവിനെ കാണാൻ കഴിയും. സമയത്തെ കൃത്യതപ്പെടുത്തിയ, വ്യക്തതപ്പെടുത്തിയ ഒരു സിട്ടാവിനെ. എന്നിട്ട് ഖുർആൻ ചോദിച്ചു, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ വഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഗ്മിനൂൻ. വിശുദ്ധ ഖുർആനിന്റെ 21-ാം അധ്യായം അംബിയാഇന്റെ 30-ാമത്തെ വചന. ചോദ്യം എന്താണെന്നറിയോ മക്കളെ? ഈ ആകാശവും ഭൂമിയൊക്കെ ഒരു ആദി പദാർത്ഥമായിരുന്നു. ബിഗ് ബാങ് തിയറിയെ പറ്റി ഒരാദി പിണ്ഡമായിരുന്നു. അല്ലാഹു പറയാ, അല്ല സത്യനിഷേധികൾ കാണുന്നില്ലേ, ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഒരാദി പദാർത്ഥമായിരുന്നു, അതിനെ നാമാണ് വേർപ്പെടുത്തിയത്. അതാണ് വൈചിത്ര ബിന്ദുവിലെ സ്ഫോടനം എന്ന് മോഡേൺ സയൻസ് വിളിച്ചത്. സിംഗുലാരിറ്റിയിൽ തുടങ്ങി സിംഗുലാരിറ്റിയിലേക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലെ 104 മുതലുള്ള വചനം നോക്കിയാൽ കാണാം, കമാ ബദഇനാ അവ്വല ഖൽഖിൻ നുഗീദു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഖ്യാതനായ മരിച്ചുപോയ W. സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിനൊരു നാശമുണ്ട്. വജ്മി അശ്ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നു ചേരും, ഈ പ്രപഞ്ചം അടിച്ചു തകർക്കപ്പെടും. എന്നിട്ടൊരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഈ ലോകത്തെ അല്ലാഹു നിർത്തും. അവിടെ ഒരു